മുമ്പ് ഞാൻ ഈ ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കാൻ പോകുന്നു, ലൈംഗിക വിദ്യാഭ്യാസ ക്ലാസ് എടുക്കാൻ പോകുന്നു. അവിടെയെല്ലാം സംഭവിക്കുന്നത് ക്ലാസ് എടുക്കുമ്പോൾ ലഹരിയെക്കുറിച്ച് ഒരാൾ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എങ്ങനെ ലഹരി ഉപയോഗിക്കാമെന്ന് പറയുന്നതോടെ കുട്ടി അത് കണ്ടെത്താൻ സാധ്യതയിലേക്ക് പോകുന്നു. ഈ പറയുന്ന സെക്സ് എഡ്യൂക്കേഷൻ പലപ്പോഴും പോകുമ്പോൾ സെക്സ് എങ്ങനെ ചെയ്യാമെന്നായിരുന്നു പറയുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ വ്യത്യസ്തമായ അനുഭവം എന്ന് പറയുന്നത്, ഇവിടെ നടന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ യഥാർത്ഥ രീതിയിൽ എത്തിക്കാൻ കഴിയും. മറ്റ് ക്ലാസ്സുകളെല്ലാം എങ്ങനെ സെക്സ് ചെയ്യാം വൃത്തികെട്ട രീതിയിൽ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും തമാശയിലൂടെ പല കാര്യങ്ങളും പറഞ്ഞാലും ഈ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ പോലും നമുക്കൊരു വേദനയോ ദുഃഖമോ ഇത് പറഞ്ഞു വരുന്നില്ല. ഇതേ രീതിയിലാവണം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ക്ലസ്റ്ററിലൊക്കെ 3:45 എല്ലാ അധ്യാപികമാരും ഞാനുൾപ്പെടെ പോകാൻ തയ്യാറെടുക്കും. 4:30 ആയിട്ടും തയ്യാറെടുക്കുന്നില്ല. സാറേ അടുത്ത ക്ലാസ് വരട്ടെ. ഒരു പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഇങ്ങനെ വേണം ക്ലാസ് എടുക്കാൻ. ഇതേ രീതിയിൽ നമ്മുടെ സ്കൂളിൽ പോയി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന തെറ്റുകൾ കുറയ്ക്കാനും അതുവഴി കുട്ടികളിലെത്തുന്ന അപകട സാധ്യത തിരിച്ചറിയാനും കഴിയും. ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കനൽ എന്ന സംഘടനയും വിദ്യാഭ്യാസവും ചേർന്ന് ഞങ്ങൾക്കും തരട്ടെ. അതോടൊപ്പം തന്നെ കേരളത്തെ മുഴുവൻ അധ്യാപകർക്കും അവിടെയുള്ള കുട്ടികൾക്കും രക്ഷാകർത്താക്കളും പറ്റിയാൽ നല്ലത് നൽകാൻ കഴിയട്ടെ. എന്തായാലും കനലിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ.